നമസ്കാരം. ഇന്ന് നല്ലൊരു തനി നാടൻ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പരിപ്പും നല്ല അസല് മുരിങ്ങ ഇല കിട്ടിയിട്ടുണ്ട്, ഫ്രഷായിട്ടുള്ള. അപ്പം പരിപ്പും ഈ മുരിങ്ങ ഇലയും കൂടി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് നന്നാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പിൻ്റെ അത്രയും വേവില്ലല്ലോ ഇലകൾക്ക്, അപ്പം നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വേണ്ടുന്ന പരിപ്പ് ആദ്യം കഴുകി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരവൊന്ന് തയ്യാറാക്കാം. അതിന് തേങ്ങയുടെ കൂടെ ഒരിത്തിരി ജീരകം, അതിനുശേഷം മുളക് ചൂടാക്കിയത്. മുളക് വെളിച്ചെണ്ണയിൽ ചൂടാക്കിയിട്ടാണ് ഇതിന് സ്വാദ്. മുളക് പൊടിയിട്ടാലും മതി, പക്ഷേ ഇങ്ങനെ ചൂടാക്കിയിട്ട് അരക്കുമ്പോഴായിരിക്കും പുളിശ്ശേരിക്കായാലും പുളിങ്കറിക്കായാലും ഇതുപോലെ ഈ എരിശ്ശേരിക്കായാലും നല്ല സ്വാദ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ കഴുകി വെള്ളത്തിലിട്ടിട്ടുള്ള ഈ ഇല എടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഉപ്പ് പരിപ്പിലിട്ടിട്ടില്ല. ഇനി ഈ ഇല ഇട്ടിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഇല നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചില്ലേ അരവിലേക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കാം. കറി തിളച്ച് വന്നു. 2-3 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ കടുക്, മുളക്, കറിവേപ്പില 3 കൂടി ഇതിലൊന്ന് വറുത്തിടാം. ഇപ്പോൾ ഇതിൽ വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നല്ല നാടൻ മുരിങ്ങ ഇല കറി റെഡിയായിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള കമൻസ് അറിയിക്കുക. താങ്ക് യു.